ഇപ്പോൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട് നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയ സ്ഥിതിയാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പം ഒരു വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണല്ലേ? വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. നമ്മൾ ഞാനും പള്ളിയിൽ പോയിരിക്കായിരുന്നു. പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ റിപ്പോർട്ട് ചാനലിൽ ഇങ്ങനെ എഴുതി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അറിഞ്ഞതിൽ വന്നത്. ഇതെന്താണ് ഈ പ്രിയമതയുടെ വീട് ഇതാണോ? അതെ, സീറ്റ് ഇവർ തമ്മിൽ എന്തെങ്കിലും കുടുംബപരമായ എന്തെങ്കിലും അറിയില്ല. മുമ്പ് ചെറിയ പ്രശ്നം എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലോ മുമ്പ്. അടുത്ത ബന്ധുക്കൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ? വീട്ടിലാണോ? ബന്ധുക്കളെ വീടാണ്. ഇത് തൊട്ട് ഈ കാണുന്നതാണോ വീട്? ഈ കാണുന്നതാണ് പ്രിയമതയുടെ വീട്. ഈ കാണുന്നതാണ്. അവിടെ എല്ലാം തന്നെ ബന്ധുക്കളും ഈ വിവരം അറിഞ്ഞുകൊണ്ട് നാട്ടുകാരും എല്ലാം തടിച്ച് കൂടിയ ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. ഇതിന് തൊട്ട് അടുത്തുള്ള വീട്ടിലാണ് ഈ മൃതദേഹം ഇപ്പോൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നത്. ചേട്ടാ, എന്താ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്? എന്താണ് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഞാനിപ്പോൾ അറിഞ്ഞാണ് വന്നത്. ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വിനോദ് എന്ന് പറയുന്ന ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു. സ്ഥിരം ഇവിടെ താമസിക്കുന്ന ആളാണ്. ഇവിടെ തന്നെ വീട്, അത് തന്നെ വീട്, അവിടെയാണ് താമസവും ഒക്കെ. പിള്ളേരെ കടയിട്ടിരിക്കുകയാണ്, ഫൈനാൻഷ്യൽ കടയിട്ടിരിക്കുകയാണ് വീട്ടാവശ്യത്തിനുള്ള. പയ്യനെ പറ്റി നമുക്കത്ര ഇല്ല, നമ്മളത്ര അങ്ങനെ ഇടപെടൊന്നുമില്ല, അത് സംസാരമൊന്നുമില്ല. കാണുമ്പോൾ ചിരിക്കും, അത്ര തന്നെ. അല്ല, ഇവിടെ ആരൊക്കെയാ താമസം? ഇത് ഈ അവര് മാത്രമാണ്. ഇത് ചേച്ചിയുടെ മകനാണ് ഇവിടെ താമസിക്കുന്നത്. അവരാണ് ഇവിടെ ഇത് പറയുന്നത് ചാനലിൽ. അവർ ചോദിച്ചാൽ മതി. അവർ മരിച്ച സ്ത്രീയുടെ വീടാണ്. അത് കൊലപ്പെടുത്തിയ വീടാണ്. ഇത് രണ്ട് ഇളയമുത്തന്റെ വീടാണ്. ഇത് ഒത്തിരി മരിച്ചിട്ടുണ്ട്. ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ ഈ ഒരു ചിമ്മപ്ലാവിന്റെ പ്രശ്നത്തിൽ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആ ചക്ക പിടിക്കുമ്പോഴത്തേനും ഇവര് തൂത്ത് അവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും പുകയിടുമ്പോൾ അത് ചക്ക നശിപ്പിക്കാനാണ് ഇവര് ഈ ചാനൽ ഇതിന്റെ അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങളേ ഉള്ളൂ. ചക്ക കയറുമ്പോഴത്തേനും ഇവിടെ ഈ തൂത്ത് അവിടെ പോകുമ്പോഴത്തേനും ആ കൊമ്പ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വെട്ടി മാറ്റണം എന്ന് പറയുമ്പോഴത്തേനും അവരെ പ്ലാവിനെ നശിപ്പിക്കാൻ വേണ്ടി അവരങ്ങനെ പറയപ്പെടുന്നതായിട്ടുള്ള ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങൾ ഉള്ളതായിട്ടാണ് അറിയുന്നത്. കൂടുതൽ വിവരം അറിയണമെങ്കിൽ ബിജു അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോ ഈ സരസ്വതിയുടെ വീടിന്റെ സമീപത്താണോ? അത് തന്നെയാണ് വീട്. അതെ, മൂന്നാമത്തെ വീടാണ് വീട്. ഇത് പ്രതിയുടെ വീട്, ഇത് മരിച്ച സ്ത്രീയുടെ വീട്. ഇതെല്ലാം ഒരു നടന്നു വരാൻ മാത്രം കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇത് ചെറിയ ഇടവഴിയാണ്. ഒരാൾക്ക് നടന്ന് കഷ്ടിച്ച് വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വഴിയാണ്. ഇവിടെ ഈ നാട്ടുകാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ പ്ലാവിന്റെ കൊമ്പ് ഇങ്ങോട്ടേക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ തീയിടുന്നതുമായി ബന്ധപ്പെട്ട് ചില അയൽ തർക്കങ്ങൾ ഇവർ തമ്മിൽ നിലനിന്നിരുന്നു. അങ്ങനെ ചില വഴക്കുകൾ ഇവിടെ ഉണ്ടായതായി നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ ഇനി ഏതായാലും വിശദമായ അന്വേഷണം ആവശ്യമാണ്. അതിലേക്കൊക്കെയാണ് ഇനി പോലീസ് ഏതായാലും കടക്കാൻ പോകുന്നത്. ശരി, എ കെ സ്റ്റെഫിനാണ് സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വീട്ടമ്മയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിലാണ് ഇപ്പോൾ അയൽവാസി പിടിയിലായിരിക്കുന്നത്. കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട്.